نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്. ഈ വസിയത്ത് യഥാവിധി ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ഗാഫിറിലുള്ള 60-ാമത്തെ വളരെ ചെറിയ ഒരു വചനമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരെന്ന നിലക്ക് പല തരത്തിലുള്ള മാനസിക ശാരീരിക പ്രയാസങ്ങൾ നമുക്കൊക്കെ വരാറുണ്ട്. ഇതില് ശാരീരിക പ്രയാസങ്ങളെക്കാളും ഏറെ കടുപ്പമുള്ളതാണ് മാനസികമായ പ്രയാസങ്ങൾ എന്നത്. ചില ഘട്ടങ്ങളിലൊക്കെ ശാരീരികമായ പ്രയാസങ്ങൾ നമുക്ക് മാനസിക പ്രയാസങ്ങൾക്ക് കാരണമാവാറുമുണ്ട്. പക്ഷെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഘട്ടങ്ങളെ മറികടക്കാനാണ് അവരാഗ്രഹിക്കാറുള്ളത്. ഈ ആഗ്രഹം വിശ്വാസികളാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇത് ആഗ്രഹിക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട്.
കാരണം ഇത്തരത്തിൽ നമുക്ക് സമാധാനം തരുന്നത്, നമുക്ക് ആശ്വാസം തരുന്നത് ആരുടെയെങ്കിലും സംസാരങ്ങളോ വാക്കുകളോ അല്ല, മറിച്ച് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബിന്റെ വാക്കുകളാണ്. ആ അള്ളാഹുവിന്റെ വാക്കുകള്, അള്ളാഹു നമ്മളോട് പറയുന്നത് നമുക്കൊക്കെ എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണത്. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ഞാൻ സഹായിക്കുന്നത് പോലെ, ഞാൻ അടുത്തു നിൽക്കുന്നത് പോലെ കൂടെ നിൽക്കാൻ നിനക്കാരുമില്ല. നിങ്ങൾക്ക് അവലംബിക്കാവുന്ന മറ്റൊരു ശക്തിയോ സംവിധാനമോ ഇല്ല. ഇത് അള്ളാന്റെ ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ്. നിങ്ങൾ നോക്ക്, വിളിച്ചാൽ വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നവർ വിളിക്കുമ്പോൾ വന്നുകൊള്ളണമെന്നില്ലല്ലോ. താങ്ങാൻ ആളുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന പലരെയും താങ്ങേണ്ടുന്ന സന്ദർഭത്തിൽ അവരെ കണ്ടുകൊള്ളണമെന്നില്ല. ചേർത്ത് പിടിക്കേണ്ടവർ പിടിക്കേണ്ട സമയത്ത് നമ്മെ ചേർത്ത് പിടിച്ചു കൊള്ളണമെന്നുമില്ല. എന്നാൽ എല്ലാം കേൾക്കാൻ, എല്ലാം കാണാൻ, അറിയാൻ, നൽകാൻ, ചേർത്തു പിടിക്കാൻ എന്തിനും കഴിവുള്ള ഒരു ശക്തി, അവനല്ലാതെ മറ്റൊരു ശക്തി ലോകത്തില്ല. അവൻ നമ്മളോട് പറഞ്ഞൊരു വാക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉനി, എന്നെ നിങ്ങൾ വിളിക്കണം, അസ്തജിബ് ലക്കും, എന്നെ നിങ്ങൾ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്നോട് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് അഹങ്കാരം കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് വളരെ നിന്ദ്യരായിട്ടാണ് നരകത്തിലേക്ക് കടന്നു ചെല്ലുക. ഇവിടെ ദുആയും ഇബാദത്തുമാണ് അള്ളാഹു ചേർത്തു പറയുന്നത്. നിങ്ങൾ നോക്കുക, അതാണ് മറ്റൊരു ഭാഗത്ത് നമുക്കൊക്കെ അറിയുന്ന ആയത്തുകൾ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കിയാല്, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നെ വിളിക്കുന്നവർക്ക്, എന്നെ വിളിക്കുമ്പോ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും. ഒരു സൃഷ്ടാവിനോടുള്ള വിധേയത്വത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് സൃഷ്ടാവിനോട് ചോദിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമാവണം, സ്വഭാവമാവണം. നമ്മളാരും ചോദിക്കുന്നില്ല എന്ന അർത്ഥത്തിലല്ല. ഇതിനൊരു രീതിശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കാരണം എന്താ അറിയോ, ചോദിക്കാതെ, പ്രിയരെ, ചോദിക്കാതെ അള്ളാഹ് നമുക്കൊന്നും തരൂല. ഇങ്ങനെ ഒന്നും ചോദിക്കാതെ നിങ്ങളെ സഹായിക്കാമെന്ന് ഒരു കരാറും ഒരു എഗ്രിമെന്റും അള്ളാഹു ആരുമായും ചെയ്തിട്ടില്ല. ആണ് ഉദ്ഉനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞാല്, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കിയേ, എല്ലാ അമ്പിയാക്കന്മാരുടെയും കഥകള് ഖുർആൻ പറഞ്ഞു തരുന്ന എല്ലാ നബിമാരുടെയും ചരിത്രങ്ങള്, ചില നബിമാരുടെ ഒക്കെ ചരിത്രങ്ങള് ചിലപ്പോ 3 or 4 വരികളിൽ മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അവിടെയൊക്കെ ഒരു പ്രാർത്ഥനാ വാചകവും വന്നിട്ടുണ്ടാവും, അല്ലേ? അതിലൊരു പ്രാർത്ഥനയുണ്ടാവും. ചിലരുടെ കഥ പറയുന്നതിനേക്കാളും പ്രാർത്ഥനകളായിരിക്കും ഉണ്ടാവുക. ഇത് പ്രാർത്ഥനയുടെ മഹത്വം പറയാനല്ല, നമ്മൾ മക്കളും കുടുംബമൊക്കെ പാടെ വന്ന് ചേർന്നിരിക്കുന്ന ഒരു സമയമാണ്. പലർക്കും ഇന്ന് ഒരു അവധി ദിനമാണെങ്കിൽ ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ കുട്ടികളൊക്കെ ഒന്നിച്ച് നമ്മൾ ഇരിക്കുമ്പോ പ്രാർത്ഥനയുടെ മഹത്വം പറയാതെ മറിച്ച് ചോദിക്കുന്ന ഒരു ശീലം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാവണം. മല്ലം യസ്അലില്ല യഅലബ് അലൈഹി, പടച്ചോനോട് ആരെങ്കിലും ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപം അവന്റെ മേൽ ഭവിക്കുന്ന, ചോദിച്ചാൽ ഞാൻ തരും. അങ്ങനെ പറയുമ്പോൾ എന്തറിയോ സഹോദരങ്ങളെ, എന്റെ ഇങ്ങടെയൊക്കെ പല ആളുകളുടെയൊക്കെ ഒരു സമീപനം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, സാമാന്യം അലമ്പുകളൊന്നും ഇല്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത്, പടച്ചവൻ എന്താ എനിക്ക് തന്നൂടെ എന്ന ഒരു തോന്നൽ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചില ആളുകൾക്കൊക്കെ ഉണ്ട്. പക്ഷെ ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ,
ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അജ്സൻ നാസ് മൻ അജസ ബിദ്ദുആ. പ്രാർത്ഥനയിൽ ദുർബലനായവൻ എന്നുവെച്ചാൽ പ്രാർത്ഥിക്കാത്തവൻ, അവനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ദുർബലനായ വ്യക്തി എന്നാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ദുർബലത എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ കുറവ് വരലാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ ജീവിതത്തിൽ നേടിയതെല്ലാം ആരിൽ നിന്നാണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആ റബ്ബൊന്ന് കൈയൊഴിഞ്ഞാൽ മറ്റെല്ലാ ഉപായങ്ങൾക്കോ മറ്റു സംവിധാനങ്ങൾക്കോ നമ്മളെ രക്ഷിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനയിൽ തോറ്റുപോയാൽ ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാൻ കാരണം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. ഇതിന്റെ ഭാഗങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് നമുക്കൊന്ന് ഒന്നിച്ചിരുന്നൊന്ന് പഠിച്ചു നോക്കാം. ചോദിക്കുന്ന ശീലം അള്ളാഹുവിനോട് ഉണ്ടാക്കുക. അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും ചോദിക്കാതിരിക്കുകയും ചെയ്യുക. കാരണം എന്തറിയോ? അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് അങ്ങേ അറ്റത്തെ വെറുപ്പാണ്. പരലോകത്ത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചവരോട് പറയുന്ന ഒരു വാക്കെന്തറിയാവും? നിങ്ങൾ ദുനിയാവിൽ ആരോടൊക്കെയാണോ ചോദിച്ചിട്ടുള്ളത് അവരെടുത്ത് ചെന്നിട്ട് നിങ്ങൾ വാങ്ങിക്കോളൂ എന്ന് പറയുന്ന, ഭൂമിയിൽ ചോദിച്ച ഇന്ന ശൈഖ് അല്ലെങ്കിൽ ഇന്ന വലിയ ഇന്ന മുറബി അവരോട് ചോദിച്ചു വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടല്ല പറയണത്. ഇത് അറബികളോട് പറയുന്നൊരു വാക്കുണ്ടല്ലോ. അറബികള് സാധാരണ തിന്നുന്ന ഈന്തപ്പഴത്തിന്റെ ആ കുരുവിന്റെ മുകളിൽ കാണുന്ന ചെറിയൊരു പാടയുണ്ട്, ഒരു പാട. ആ പാട എങ്ങനെ പിടിച്ചു കൊടുക്കുന്ന അണിച്ചു കൊടുത്തിട്ടാണ് നല്ല ഉദാഹരണം പറഞ്ഞിട്ടാ പറയണത്. ഇതുപോലും സൃഷ്ടിക്കാൻ നിങ്ങൾ വിളിച്ചു തേടുന്ന ഈ ആരാധ്യ വസ്തുക്കൾക്ക് കഴിയില്ല. ആവശ്യപ്പെടുന്നവനും അവിടുത്തെ ആവശ്യക്കാരനും എല്ലാവരും ദുർബലരാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ബോധ്യം നമുക്ക് തിരിച്ചു വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ഒരാൾ വന്നിട്ട് പറഞ്ഞു, വളരെ ബേജാറായിട്ടാണ് അയാൾ പറയുന്നത്, റസൂലേ എന്നെ ഒന്ന് നിങ്ങൾ രക്ഷിക്കണം. സാധാരണ നമ്മളൊക്കെ ഭാഷയിൽ പറയുന്ന ഒരു വാക്കാണത്, നിങ്ങൾ രക്ഷിക്കണം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ തന്നെ അയാളോട് തിരിച്ചു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, അള്ളാനോട് ചോദിക്ക്, എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ നിന്നെ രക്ഷിക്കുന്ന നമ്മൾ സാധാരണ പറയുമല്ലോ, എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല, അത് പടച്ചവനോട് ചോദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെയൊക്കെ പ്രാർത്ഥനയിൽ കാണുമല്ലോ, എങ്ങനെയാ പറയാ? അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവോട് നിങ്ങൾ ചോദിക്കണം. അങ്ങനെ പറയാറുള്ളൂ. കാരണം അള്ളാഹു ആരാ? ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹ് നിഅമൽ മൗല വനിഅമൻ നസീർ. അല്ലാഹ് പറയുന്നത്, എടാ ഞാൻ നിന്റെ അടുത്ത് നിൽക്കുന്നത് പോലെ നിന്റെ ഇണയില്ല, നിന്റെ തുണയില്ല, ആരും നനക്കില്ല. അല്ല മതി എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രം അള്ളാഹിനോട് തേടിയാ മതിയെന്ന. വേറെ പല ആളുകളുടെയും കൂടെ ഒരല്ല, പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണേ, വേറെ പല ആളുകളുടെ ഒരു കൂടെ ഒരല്ല, അങ്ങനല്ല അള്ളാഹിനോട് തേടുന്നത്. അല്ലാ നീ എനിക്ക് മതി, നീയല്ലാതെ എനിക്ക് മറ്റാരുമില്ല. ബാക്കി എന്താ? ബാക്കിയൊക്കെ അള്ള ചെയ്തു കൊടുക്കുന്ന ഒരു സബബ് അള്ള ഉണ്ടാക്കി തരും. ആ സബബിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അള്ള രക്ഷിക്കും, ഈ ഉറപ്പ് വരണം. ആ ഉറപ്പോടെ അള്ളാനെ വിളിക്കണം. മാത്രല്ല ആ വിളി അല്ലാത്ത മറ്റൊന്നും നമുക്ക് ഉണ്ടാവരുത്. കിട്ടുമോ കിട്ടൂലേ അങ്ങനെ ഒരു സംശയം ഉണ്ടാവരുത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അള്ള എന്നെ സഹായിച്ചിരിക്കും, ആ ഒരു ബോധ്യം നമുക്ക് പറയാൻ. ഒരു കഥ പറഞ്ഞുതരാം. പല സന്ദർഭങ്ങൾ നമ്മൾ കേട്ടതായിരിക്കും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉച്ച സമയത്ത് വീട്ടിലേക്ക് കയറി വന്നപ്പോ ഫാത്തിമ ബീവി
അവിടെ ഭക്ഷണം പാകം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവരൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു റുമ്മാൻ പഴം തിന്നണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ കേട്ടിരിക്കും ഈ സംഭവം. അലി റളിയല്ലാഹു അൻഹു നേരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അങ്ങാടിയിൽ പോയി ഒരു റുമ്മാൻ വാങ്ങിച്ചു വരുന്ന വേളയിലാണ് ഒരു സാധു മനുഷ്യൻ, അലി ഇത് വീട്ടിക്ക് വാങ്ങിക്കൊണ്ട് പോവുമായിരിക്കും, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി, എനിക്കൊന്ന് തന്നൂടെ എന്ന്. അയാൾ അത് കൊടുത്ത് ആർത്തിയോടുകൂടി ആ മനുഷ്യൻ അത് തിന്നുന്നത് അലി റളിയല്ലാഹു അൻഹു നോക്കി നിന്ന് വീട്ടിലേക്ക് ചെന്ന് വിവരം ഫാത്തിമ ബീവിയോട് പറഞ്ഞു. ഫാത്തിമയോട് ഒരു കാര്യം കൂടി ചോദിച്ചു, ഫാത്തിമ, ഞാൻ അങ്ങനെ ചെയ്തത് നിനക്കിഷ്ടമായില്ലേ എന്ന്. അവര്, നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? അദ്ദേഹം ആ കഠിനമേറിയ വശപ്പ് കൊണ്ടത് തിന്നുന്നു എന്ന ആ ഭാവം നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ തിന്നതിനേക്കാളും എനിക്ക് സന്തോഷമായി. ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് മാർക്കറ്റിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരാൾ കൊണ്ടുവന്നിട്ട് ഒരു കീസ്, നമ്മൾ പറയുന്ന ഒരു കവർ കൊടുത്തു. അലി ചോദിച്ചു, ഇതെന്താ? ഇത് നിങ്ങൾക്ക് ഇന്ന ആള് തന്ന കുറച്ച് പഴങ്ങളാണ്, റുമ്മാനാണെന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അത് തുറന്നു നോക്കി, എണ്ണി നോക്കി, 9 എണ്ണമുണ്ടത്, 9 എണ്ണമുണ്ട്. അലി അത് അങ്ങനെ മടക്കി വെച്ചിട്ട് ഇയാളെ കയ്യിൽ കൊടുത്ത്, ഇത് എനിക്ക് തന്നതാവില്ല, അത് വേറെ വല്ലവർക്കും ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ലെന്ന്, നിങ്ങൾക്ക് തന്നെ തന്നതാണ്. എനിക്ക് തന്നതാണെങ്കിൽ ഇതിൽ 9 എണ്ണമാവൂല, ഇതിൽ 10 എണ്ണം ഉണ്ടാവും. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൽ 10 എണ്ണം ഉണ്ടായിരുന്നു. എനിക്ക് ഇത് തന്നപ്പോ എന്നോട് പറഞ്ഞു, 9 എണ്ണം അലിക്ക് കൊടുക്ക്, 1 എണ്ണം നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. ഞാനാണ് 1 എണ്ണം എടുത്തത്. അലി റളിയല്ലാഹു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്, ഒന്ന് കൊടുത്താൽ പടച്ചവൻ എനിക്ക് 10 എണ്ണം തിരിച്ചു തരുന്ന. പ്രിയരെ, അതാണ് ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ഒന്ന് കൊടുത്താൽ 10. ആ ഒരു ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പ് മനസ്സിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് വിജയം എന്ന് പറഞ്ഞത്. അതാണ് ഉറപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ എങ്ങനെ ചോദിക്കാതിരിക്കുക പടച്ചവനോട്? നാം ചോദിക്കാതിരുന്നാൽ നമ്മേക്കാൾ വലിയ അഹങ്കാരി ലോകത്തുണ്ടാകുമോ? അള്ളാഹു ചോദിച്ചൊരു ചോദ്യം, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എവിടെ എന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ ഉറപ്പ് നമുക്ക് കൽബിലുണ്ടാകും. എന്തൊരു നന്മ ചെയ്യുമ്പോഴും എന്റെ റബ്ബ് എന്നെ കൈവടിയില്ല, എന്റെ റബ്ബ് എന്നെ സഹായിച്ചിരിക്കും, ആ റബ്ബിലാണ് എന്റെ എല്ലാം ഏൽപ്പിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് അവന്റെ തൃപ്തിക്കാണ്, അവൻ എന്നെ കൈവടിയില്ല. അതുകൊണ്ടാണ് റബ്ബേ, എന്റെ പ്രശ്നങ്ങൾ, എന്റെ കാര്യങ്ങൾ ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നീ എന്നെ ഏൽപ്പിക്കരുത് റബ്ബേ എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ളത്. കണ്ണിമ വെട്ടുന്ന നേരം അല്ലെ, റസൂലിന്റെ ഒരു പ്രാർത്ഥനയിലുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസു അസ്ലിഹ് ലി ശഗ്നി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ, വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. എന്റെ എല്ലാ പ്രശ്നങ്ങളും ഹയ്യും ഖയ്യൂമുമായ റബ്ബേ, നീ എനിക്ക് ശരിയാക്കി തരണം, എല്ലാം ശരിയാക്കണം, നിന്റെ റഹ്മത്ത് കൊണ്ടാണ് നിന്നോട് ഞാൻ സഹായം ചോദിക്കണത്. എന്നിട്ട് പറഞ്ഞിട്ട് എന്താ പറയുന്നത് അറിയോ? വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം എന്റെ പ്രശ്നത്തെ എന്നിലേക്ക് ഏൽപ്പിക്കരുത്. പ്രിയരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിത് പറയുമ്പോ എത്ര വട്ടം നമ്മൾ കണ്ണിങ്ങനെ ഇമയാക്കിയിട്ടുണ്ടാവും, എത്ര നേരാ വേണ്ടേ? കണ്ണിമ വെട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ണിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗാണല്ലോ, അല്ലെ? ഈ പറയുന്നതിന്റെ സമയം കൊണ്ട് നമ്മൾ 10 പ്രാവശ്യം ഉണ്ടാവും. ആ ഒരു മൈക്രോ സെക്കൻഡ് പോലും എന്റെ പ്രശ്നങ്ങളെ എന്നിലേക്ക് ഏൽപ്പിക്കരുതെന്ന. നിങ്ങൾ നോക്കിയ സ്വന്തം കാര്യം വരെ നോക്കാൻ നമുക്ക് കഴിയോ? നമ്മുടെ ആന്തരിക അവയവങ്ങൾ, നമുക്ക് നമ്മുടെ ബോഡിയെ കുറിച്ച് എത്ര അറിയാം? 0.5% ചിലപ്പോൾ അറിഞ്ഞു നോക്കാം. ഏത് പുറമേക്ക് കാണുന്നത്, അത് മുഴുവൻ തന്നെ നമുക്ക് കാണാൻ കഴിയോ? ഇതിന്റെ അകത്ത് നടക്കുന്നത് അറിയില്ലല്ലോ, അല്ലെ? നമ്മൾ വലിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ ഓക്സിജൻ. ആ വായുവിനെ, ജീവവായുവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് വലിച്ചു കയറ്റുമ്പോൾ നേരെ നമ്മുടെ ബ്ലഡിലേക്ക് അല്ലല്ലോ പോകുന്നത്, നേരെ പോയാൽ അത് വീർത്ത് പൊട്ടൂലേ?
എത്ര എത്ര അനുഗ്രഹങ്ങൾ വേണ്ട ആസ്വദിച്ച് നമ്മൾ കഴിയുന്നത്. എല്ലാ കാര്യത്തിലും അള്ള വരും, അള്ള തരും, അള്ള സഹായിക്കും, ഉറപ്പുണ്ടാകണം. അതാണ് ഹസ്ബി അല്ലാഹ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്കൊക്കെ ആവശ്യമാണ്. അത് ചില ബോധപൂർവമാണ് ഞാൻ സംസാരിക്കുന്നത്. പലരും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്നൊരു പരാതി പറയാറുണ്ട്. നോക്ക്, ശൈഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ചില ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ദുആകൾക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, അപ്പൊ അതിന് വല്ല ഷർത്തുണ്ടോന്നാണ്. വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞുതരാം. 2 ഷർത്തുകൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഹലറത്തുൽ ഖൽബ് ഉണ്ടാവണം. 2, വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ഈ 2 ഷർത്തുകൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉണ്ടാവണം. ഒന്ന് ഹലറത്തുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയ സാന്നിധ്യം. അശ്രദ്ധമായി പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതങ്ങനെ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂട്ടത്തില് നമ്മൾ എവിടെ ചെന്നാലും പ്രാർത്ഥനയല്ല കൂടുതൽ, ആമീൻ പറച്ചില കൂടുതൽ, അല്ലേ? അപ്പൊ നമ്മളൊരു സദസ്സിൽ ചെന്നു, വേറൊരാള് പ്രാർത്ഥിക്കും, നമ്മൾ ആമീൻ പറയും. ഈ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല, നമുക്ക് ആമീനേ കൂടുതലുള്ളൂ, അല്ല നമുക്ക് ദുആ കൽബിലേക്ക് വരുന്നില്ല. ചിലപ്പോ നമ്മൾ കല്യാണ സദസ്സിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഉസ്താദ് ദുആ ചെയ്യുന്നുണ്ടാവും, ഈ നിൽക്കണം ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചു അതുകൊണ്ട് ആക്കെന്ന് പറയും, ആമീന്നും പറയണ്ടാവും. എന്താ ഈ പറഞ്ഞെന്നും അറിയില്ല, ആമീനും നമുക്കറിയില്ല. ആമീൻ വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആമീൻ അല്ലല്ലോ കൂടേണ്ടത്, ദുആ കൂടണ്ടേ. ആ ദുആ ഒരിക്കലും അശ്രദ്ധമായി നടത്താൻ പാടില്ല. മറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ വരെ ഞാൻ ആദ്യം ചോദിക്കും എന്റെ റബ്ബിനോടാ. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങള് ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ചെരുപ്പൂറ്റിയോടല്ലേ പറയണ്ടെന്ന് ചോദിച്ചു. അല്ലല്ല, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ഞാൻ ആദ്യം പറയും എന്റെ റബ്ബിനോടാ. എന്റെ റബ്ബ് അതിന് വേണ്ട സബബ് എനിക്കുണ്ടാക്കി തരും. അത്ഭുതകരമായി ഞാൻ എന്ത് ചോദിക്കുന്നുവോ അത് എന്റെ മുമ്പിൽ കാണും. അങ്ങനെ കിട്ടിയിരിക്കുമെന്ന ഉറപ്പോടുകൂടി ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ തിരക്കുകൾ ഉണ്ടാവും, എത്ര ബിസിയാണെങ്കിലും സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ശീലം വളരണം. അതിന് സമയം നീട്ടിവെക്കണം. എപ്പോഴാണ് ഒഴിവ് കിട്ടുന്നത് അപ്പൊ കുറച്ചേറെ ഇരുന്ന് തേടണം. ഇങ്ങനെ എന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത് അൻസബ്ബിഹു ബുക്റതൻ വഅശിയ. മറ്റൊരു ഭാഗത്ത് അതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് ഫതഹിൽ പറഞ്ഞിട്ടുണ്ട്, ലിതുമിനു ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറുഹു വതുവഖിറുഹു വതുസബ്ബിഹുഹു ബുക്റതൻ വഅശീല. ബുക്റത്ത്, അശിയ്, അസിൽ എന്നുവെച്ചാൽ രാവിലെയും വൈകുന്നേരവും എപ്പോഴും നമ്മൾ ചൊല്ലണം, അള്ളാഹുവോട് ദുആ ചെയ്യണം. എന്താണെന്നറിയാം, അതിൽ 5 കാര്യങ്ങൾ നിർബന്ധമായും അള്ളാഹുവോട് ചോദിക്കണം. ഒന്ന്, സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖും അതിന്റെ സാഹചര്യങ്ങളും അള്ളാഹുവോട് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കിട്ടിയാൽ ചൊല്ലുന്ന 3 ദുആകളുണ്ട്. ഇതിന്റെ കൂടെ അത് പറയണം. ഒന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ദുആയാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അതാണ് രണ്ടാമത്തെ ദുആ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. എന്താണ്? അല്ലാഹുവേ, നിന്നെ എപ്പോഴും ഓർക്കാൻ, നിനക്ക് ശുക്ർ ചെയ്യാൻ, നിന്നോട് ചെയ്യുന്ന ഇബാദത്തിനെ മനോഹരമാക്കി ചെയ്യാൻ എന്നെ നീ സഹായിക്കണം. മൂന്നാമത്തത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഈ പ്രാർത്ഥന എന്റെ കൽബിനെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തണമേ. മനസ്സുകൾക്ക് ചാഞ്ചല്യം നൽകുന്ന റബ്ബേ എന്ന സന്മാർഗം കൽബുമായി ബന്ധപ്പെട്ടതാണ്. അതിനാ റസൂൽ ഈ വാക്ക് പറഞ്ഞത്. ഈ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയപ്പോ അവിടുന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഹബീബായ റസൂലേ, നിങ്ങൾ എന്തിനാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നതെന്ന് ചോദിച്ചു. ഇങ്ങനെ നിങ്ങൾ എന്തിനാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നത്? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. കൽബിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കാറ്റത്ത് കെട്ടിയ തൂവലിന്റെ അവസ്ഥ പോലെയാണ്. എങ്ങനെയാണ്? കാറ്റത്ത് കെട്ടിയ തൂവലിന്റെ അവസ്ഥയാണ് നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. എന്തും സംഭവിക്കാവുന്ന ഒരു ലോകത്താണ് പ്രിയരെ നമ്മളുള്ളത്. എന്തും സംഭവിക്കാവുന്ന ഒരു ലോകം. ഏത് വൃത്തികേടും അനുനിമിഷം കൊണ്ട്
ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ലോകം. അപ്പൊ നമ്മൾ അവിടെ ചെല്ലണം. അതിൽ പ്രായവും വ്യത്യാസവും കുട്ടിയും വയസ്സനും തന്തയൊന്നുമില്ല, ഒരു വ്യത്യാസമല്ല. റബ്ബേ, പിശാചിന് പിടുത്തം കൊടുക്കരുത് റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്നാണ് ജ്ഞാനം വർദ്ധിപ്പിക്കാൻ, വിവരം, അറിവ് വർദ്ധിപ്പിക്കാനുള്ള പ്രാർത്ഥന. ഞാൻ അത് മുഴുവൻ പറയാൻ നമുക്ക് സമയമല്ല. വേറെ അതിന്റെ കൂടെ ഒന്നുണ്ട്, ഇത് ശരിക്ക് ഉംറ നിർവഹിക്കുമ്പോ നമ്മൾ സംസം കുടിച്ചുകൊണ്ട് കൂടെ തേടേണ്ട തേട്ടമാണ്. ഉപകാരമുള്ള വിവരം അറിവിലേക്ക് തരണേ എന്നാണ്. സഹോദരങ്ങളെ, അതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതറിയോ, അങ്ങനത്തെ ഒരുപാട് ആവശ്യങ്ങൾ നിരന്തരമായി നിങ്ങൾ അള്ളാന്റെ മുമ്പിൽ വെച്ച് നോക്കി. നമ്മളായിരിക്കും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനോബലമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെയാണല്ലോ മുസ്ലിമീങ്ങൾക്ക് ഇന്ന് പൊതുസമൂഹത്തിലുള്ള വലിയൊരു സ്ഥാനമുണ്ട്. എന്തെല്ലാം നിലയ്ക്ക് കുത്തി നോവിക്കാനും അസ്വസ്ഥതപ്പെടുത്താനൊക്കെ ശ്രമിക്കുമ്പോഴും അവിടെയൊക്കെ മനസാന്നിധ്യം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന എന്തുകൊണ്ടറിയോ? അതാണ് ഈ ദുആയുടെ വലുപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ഇസ്ലാമിക് ഫോബിയ വർദ്ധിപ്പിക്കാനുള്ള കാരണം ഇതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ്. ഇസ്ലാമിന്റെ വളർച്ച ഇവിടേക്ക് നമ്മൾ ചേർത്തി വായിക്കണം. ഞാൻ എല്ലാ ഭാഗവും പറയാൻ സമയമല്ല, സൂചനകൾ അവിടേക്ക് തന്നു മാത്രം. ഈ പ്രാർത്ഥനകൾ ഒരിക്കലും നിഷിദ്ധമായ കാര്യങ്ങൾക്കാവരുത്. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ചില ആളുകളുണ്ട്, ലോട്ടറി പോക്കറ്റിലിട്ട്. ഞാൻ ഒരു ദിവസം തൊട്ടടുത്ത സംസ്ഥാനത്ത് പോയപ്പോ ഒരു പള്ളി കയറിയ സമയത്ത് ഒരു കയ്യിൽ തസ്ബീമാലയുണ്ട്, ഒരു കയ്യിൽ ലോട്ടറി ഉണ്ട്. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഇതിനിങ്ങനെ കൊടുക്കൊണ്ട് തസ്ബീ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ലോട്ടറി കയ്യിൽ പിടിച്ചിട്ട് പോക്കറ്റിലിട്ട് അരിയിലും വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അള്ളാഹുവോട് തേടരുത്. നിഷിദ്ധമായ കാര്യങ്ങൾക്ക് ദുആ ചെയ്യാൻ പാടില്ല. ഈ പ്രാർത്ഥന അള്ളാഹ് കേൾക്കൂലെന്ന് മാത്രമല്ല, അതൊരു പാപമായിട്ടായിരിക്കും രേഖപ്പെടുത്തുക. 3 ആളുകൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹ് കേൾക്കൂല. 3 ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും അള്ളാഹ് കേൾക്കൂല. 3 ആളുകൾ പ്രാർത്ഥിച്ചാലും കേൾക്കൂല. 3 ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും കേൾക്കൂല. ഒന്നാരറിയോ? ഒന്ന് നിസ്കാരം ഒഴിവാക്കിയ ആള്. ആ ആള് തേടിയിട്ട് കാര്യമില്ല എന്ന് മാത്രമല്ല, ആ ആളുകളുടെ കൂടെ നിങ്ങൾ സഹവാസം നടത്തുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തൗകുലു മഅകാരികി സലാ, നിസ്കാരമില്ലാത്തവന്റെ കൂടെ കൂടിയിട്ട് ഭക്ഷണം വരെ കഴിക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ വരെ നബി പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്രമല്ല, ഹറാമ് സമ്പാദിക്കുക, തിന്നുക, എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തുക. ആ കൈ ഉയർത്തിയോണ്ട് യാതൊരു കാര്യമല്ല. ഇത് വലിയൊരു വിഷയമാണ്. ഞാനത് അങ്ങനെ സൂചന മാത്രം തന്നു. അടുത്തത്, കുടുംബബന്ധം മുറിച്ചവൻ അറഫയിലെത്തിയിട്ട് പ്രാർത്ഥിച്ചാലും അള്ളാഹു ആ പ്രാർത്ഥന കബൂൽ ചെയ്യൂലെന്ന്. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഏതൊരു മജ്ലിസിൽ ഇരിക്കുമ്പോഴും ആ മജ്ലിസിന്റെ അവസാനം ഒരു ദുആ നടത്തും. അപ്പൊ റസൂൽ എന്ത് പറയുന്നറിയാമോ? ബന്ധങ്ങൾ മുറിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് മാറി നിൽക്കണം. കാരണം കുടുംബ ബന്ധം വിച്ഛേദിച്ചവരുള്ള സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. അതുകൊണ്ട് നമ്മുടെ ദുആ പോലും ഇജാബത്ത് കിട്ടാൻ തടസ്സമാണ് അവർ ഈ സദസ്സിൽ ഇരിക്കേ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ബന്ധത്തിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. 3 പേരുടെ തേട്ടത്തിന് അള്ളാഹു ഉടനെ ഉത്തരം തരും. ഞാൻ ഈ പറയണൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കണം കേട്ടോ, വേഗത്തിൽ പറഞ്ഞു എന്ന് മാത്രം. 3 ആളുകളുടെ പ്രാർത്ഥനക്ക് അല്ലാഹ് ഉടനെ ഉത്തരം തരും. ഒന്ന് ദഅവത്തു സായിം, നോമ്പുകാരന്റെ ദുആ. 2 ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ. ദഅവത്തുൽ മുസാഫിർ, ഒരു യാത്രക്കാരന്റെ ദുആ. ഇവിടെ നമുക്ക് മനസ്സിലാകാത്ത, നമ്മൾ അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആരാണ് മദ്ലൂം, ആരാണ് ദ്രോഹിക്കപ്പെട്ടവൻ? നമ്മൾ സാധാരണ പറയാറുണ്ട്, തല്ലിക്കൊന്നവരുടെ ദുആ മാത്രമല്ല അള്ളാഹ് കേൾക്കട്ടോ, വേറെ ഒന്നും കൂടിയുണ്ട്. നമ്മൾ സ്വത്ത് ഓഹരി വെക്കുമ്പോ 1 ഇഞ്ച് അനിയന്റെയോ ജ്യേഷ്ഠന്റെയോ എന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന ഒരു തേട്ടുണ്ട്, അവർ ആ മദ്ലൂമിന്റെ സ്ഥാനത്തായിരിക്കും. നമ്മൾ തൂക്കിക്കൊടുക്കുന്ന ഒരു വസ്തുവില് 5 ഗ്രാമേ കുറവുള്ളെങ്കിൽ പോലും അത് വാങ്ങിക്കുന്ന ഉപഭോക്താവിന്റെ മനസ്സിൽ ഒരു തേട്ടമുണ്ടെങ്കിൽ അതും മദ്ലൂമിന്റെ സ്ഥാനത്ത് വരും. മാത്രമല്ല, ഒരു പണ്ഡിതൻ അടുത്ത കാലത്ത് കണ്ടപ്പോൾ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം തടവറയിൽ സന്ദർശനം നടത്തുക, മദ്ലൂമുകളുടെ പ്രാർത്ഥനകൾക്ക് ഇത്ര വേഗം
ഉത്തരമുണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതറിയോ, ഒരാള് ഒരു തടവറയിൽ കഴിയുന്ന ഒരാളെ സന്ദർശിക്കുക. ആ തടവറയിലുള്ള ഉദ്യോഗസ്ഥൻ പല സന്ദർഭങ്ങളിൽ കാണുമ്പോഴും മുഖത്ത് നോക്കി പറയുമത്രേ, നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോവാൻ കഴിയാത്ത വിധം നിന്നെ ഞാൻ ഇവിടെ ഉള്ളിൽ, നിന്നെ ഞാൻ ലോകം കാണിക്കൂല, ഇവിടെ തന്നെ അകപ്പെടുത്തുമെന്ന് പറഞ്ഞ് കുറ്റപത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേദനിപ്പിക്കാൻ ശ്രമിക്കും. കാണുമ്പോഴൊക്കെ പറയും നീ പുറം ലോകം കാണൂല എന്നുള്ളത്. ആ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഈ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഇയാളാണ് ചെന്ന് താങ്ങുന്നത്. പാലിക്കാൻ നീ പുറം ലോകം വേണ്ടത്, അന്നാണ് അള്ള ഉണ്ട് എന്ന് എനിക്ക് പ്രത്യേകം മനസ്സിലുള്ളത്. ഒന്നുകൂടി യഖീനായി എന്ന് പറഞ്ഞ ഒരു ദുആയും സഹോദരങ്ങളെ വെറുതെയാകൂല. അതുകൊണ്ട് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും നിസ്കാരം കഴിഞ്ഞ് ഓടലല്ല, ഇനി ഓടേണ്ടി വരും നമ്മളൊക്കെ ജോലി തിരക്കുകൾ കൊണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരു സമയം, ഒരു ദിവസത്തിൽ ഒരു അല്പസമയം, അല്പം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് കിട്ടിയതൊക്കെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ടാന്ന് മാത്രമല്ല, പടച്ചോനെ ഈ തന്നതൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് ഇനി എനിക്കിന്നത് ആവശ്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയണം. പ്രാർത്ഥിക്കണം. റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ وعلى آله وصحبه أجمعين. ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രാർത്ഥനകളിൽ പ്രധാനമാണ് ദഅവത്തുൽ വാലിദ് ലിവലദിഹി, മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ മക്കള് നന്നാവണം എന്നുള്ളത്. ഒരൊറ്റ വാപ്പ ഉമ്മയാവട്ടെ, അവര് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരുണ്ടാവൂലല്ലോ. ആ പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനമാവും മക്കളുടെ ഭക്ഷണവും വസ്ത്രവും അവർക്ക് മാന്യമായ ജോലിയും ഒക്കെ. പക്ഷെ അതിൻ്റെ കൂടെ അവരെ സന്മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്തണമേ എന്ന് പടച്ചവനെ, പിശാചിന്റെ ടച്ച് നിന്റെ കുട്ടിയുടെ മേൽ ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥന നമ്മൾക്കൊക്കെ വരണം. ആ പ്രാർത്ഥന മാത്രം പോരല്ലോ, അവരുടെ വളർച്ചയ്ക്കാവശ്യമായ വെള്ളവും വളവും സൗകര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു വേലി കെട്ടല് കൂടിയുണ്ട്. അതാണ് നമ്മൾ അവർക്ക് നൽകുന്ന മതബോധം എന്ന് പറയുന്നത്, മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വെക്കേഷൻ ടൈമൊക്കെ ആവുമ്പോ നമ്മളെ മക്കളെ ആ നിലക്ക് ഒരു മോറൽ സ്റ്റഡീസ്, ഒരു വെക്കേഷൻ ക്ലാസ്സുകൾ എന്ന നിലക്ക് കൂടി അവർക്ക് എല്ലാ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ നൽകാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലില് 21-ാം തീയതി മുതൽ നമ്മുടെ മക്കൾക്കുള്ള ക്ലാസ് ഉണ്ട്. നിർബന്ധമായും നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ അതിൽക്കുള്ളൊരു സൗകര്യങ്ങൾ കൂടെ നമ്മുടെ മക്കളെ കൂടെ എത്തിച്ച് നമ്മൾ സൗകര്യപ്പെടുത്താൻ ശ്രമിക്കണം. എന്നിട്ട് അള്ളാഹുവോട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകളെല്ലാം നടത്തണം. ഒറ്റ വാക്കുകൂടി പറയുന്നു, അള്ളാഹുവോട് ചോദിക്കുക, അവനോടുള്ള സ്നേഹം, അവനിലുള്ള പ്രതീക്ഷ എല്ലാം മനസ്സിൽ നിറയണം. ഖൽബിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു റബ്ബുണ്ട്, ഒരു ഇമോഷണലായ റബ്ബ്. ആ റബ്ബിനോട് നമ്മൾ എല്ലാവരും തേടണം. എന്തറിയോ, ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കുക എന്ന് പറയുന്നതാണ് ലോകത്ത് പലരുടെയും വളർച്ചയ്ക്ക് വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ശൈലി. അതേതൊക്കെ നിലക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ അങ്ങനെയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വേദനിപ്പിക്കാനൊക്കെ ശ്രമിച്ച് പലരിലൊക്കെ ചെന്ന് കുടുങ്ങുന്ന സമയത്ത് തെറ്റായിപ്പോയി എന്ന ചില വാക്കുകളും പലരുമൊക്കെ കേൾക്കാറുണ്ട്. എന്നാലും പല വേദനകൾക്കിടയിലും ഒരു സന്തോഷത്തിന്റെ ഒക്കെ സൂചനകളും നമുക്ക് ചില വിധി തീരുമാനങ്ങളിലൊക്കെ കാണാം. സഹോദരങ്ങളെ, ആയില്ല നമ്മുടെ പ്രാർത്ഥനകൾ ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് വീണ്ടും ഒരു വൈകാരികമായ ഒരു ടച്ചോട് കൂടി തന്നെ അള്ളാഹുവിലേക്ക് ഉയരണം. കാരണം നമ്മുടെ സ്വത്തും നമ്മുടെ സംസ്കാരങ്ങളും നമ്മളുടെ പൈതൃകങ്ങളും ഒക്കെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലരുടെയും കൈകളിൽ നിന്ന്
നമുക്ക് രക്ഷപ്പെടണം, നമ്മുടെ ഈമാൻ നിലനിർത്തണം, നമ്മുടെ പൈതൃകം നിലനിർത്തണം. അത് വെറുതെ പടച്ചോൻ തരൂല. ഞാൻ ആദ്യം പറഞ്ഞ വാക്കുണ്ടല്ലോ, ചോദിക്കാതെ ഒന്നും പടച്ചോൻ തരൂല. ഒക്കെ വരുണമായി ആയിക്കോട്ടെ എന്നുള്ളതല്ല, നമ്മുടേതായ ഭാഗധേയം നമ്മൾ നിർണയിക്കണം. നമുക്കെതിരെ സർവായുധങ്ങളും സർവതന്ത്രങ്ങളും പ്രയോഗിച്ച് എല്ലാവരും കൂടെ നമുക്കെതിരെ തിരിഞ്ഞാലും ഒന്നുകൊണ്ടും പേടിക്കരുത്. ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. വാത്സല്യനിധിയായ റബ്ബ് നമ്മെ ചേർത്ത് പിടിക്കുമെന്ന ഉറപ്പോടുകൂടെ അവരോട് ചോദിക്കുക. ആ ഒരു സംസ്കാരം നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ വളർത്താൻ ശ്രമിക്കുക. നമ്മുടെ കരുത്ത് അതാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ആ തിരിച്ചറിവോടെ, ആ ബോധ്യത്തോടുകൂടെ നമ്മളെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച് നമ്മൾ നീങ്ങുക. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മിൽപ്പെട്ട എല്ലാ നല്ലവരായ ജനങ്ങൾക്കും അവനെല്ലാ പാപങ്ങളും വിട്ടുകൊടുക്കുമാ പെരുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, മറ്റുള്ളവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അവനിലേക്ക് അടുക്കുന്ന, എല്ലാം അവനിൽ സമർപ്പിക്കുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി തുണക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.